യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ പ്രഭാത വചനധ്യാനം നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു പ്രസ്താവിച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആത്മീക മർമ്മങ്ങൾ അടങ്ങിയതായ ഉപമകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് അനേക പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രസ്താവനയായിരുന്നു എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ ഭൂമിയിൽ കർത്താവ് യേശുക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല, മറിച്ച് അത് ആത്മീകമാണ്. ഐഹികമായ നിലയിൽ നമ്മൾ ദൈവരാജ്യത്തെ കണ്ടാൽ അതൊരിക്കലും കർത്താവ് ഉദ്ദേശിക്കുന്ന ദൈവരാജ്യം ആയിരിക്കുകയില്ല. ഈ ദിവസങ്ങളിലെ ഈ ഉപമകൾ നമുക്ക് ഏവർക്കും ദൈവരാജ്യത്തിൻ്റെ ആ വലിയ രഹസ്യങ്ങളെ അറിവാൻ തക്കതായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതായ അതേ വേദഭാഗം തന്നെയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമായിരുന്നല്ലോ. ഞാൻ ആ വേദഭാഗം ഒന്നുകൊണ്ടൊന്ന് വായിക്കുന്നു. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. ഒരു വിത്ത് ആ വിതക്കാരൻ അറിയാതെ തന്നെ വളരുന്നത് പോലെ എന്നാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു മനുഷ്യനെക്കുറിച്ചും അതേപോലെ തന്നെ മണ്ണിൽ വിത്ത് എറിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ എറിയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ദൈവവചനം എന്നുള്ള വിഷയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവവചനത്തിൻ്റെ വലിയ പ്രത്യേകതകൾ ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ വചനം അയക്കുമ്പോൾ അത് അതിൻ്റെ ഉദ്ദേശം നിവർത്തിച്ചിട്ട് മാത്രമേ മടങ്ങി വരികയുള്ളൂന്നും ദൈവത്തിൻ്റെ ഉദ്ദേശം പുറപ്പെടുന്നതായ വചനം നിർവഹിക്കും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം ഒരു വിത്തിനോട് ഉപമിച്ചിട്ട്, ഈ മനുഷ്യൻ വിത്ത് വിതറിയ ശേഷം അവൻ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും, അതായത് അവൻ അവൻ്റെ സാധാരണ ജീവിതം നയിക്കുമ്പോഴും അവൻ വിതച്ചതായ വിത്തിൽ ചില പ്രക്രിയകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഒരു വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത, ഈ മനുഷ്യൻ വിത്ത് വിതറിയ ശേഷം അവൻ തൻ്റെ ഭവനത്തിലേക്ക് പോയി രാവും പകലും അവൻ അവൻ്റെ സാധാരണ ജീവിതം നയിക്കുകയാണ്. മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ അവൻ വയലിൽ പോകുന്നതായിട്ട് കാണുന്നില്ല. അവനൊരു ഈസി ലൈഫ് നയിക്കുന്ന പോലെ ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ മനുഷ്യന്റെ ഉള്ളിൽ വലിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത്, താൻ വിതച്ചതായ വിത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് ആ വ്യക്തി വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് താൻ വിശ്വസിക്കുന്നത്? താൻ ആ വിത്തിനെ മനസ്സിലാക്കുന്നത് കൊണ്ട്. നമ്മൾ വിതച്ചതായ വിത്ത് കേടുവന്നതാണെങ്കിൽ, അത് എക്സ്പയറി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംശയങ്ങൾ കടന്നു വരാം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ എന്നെ വിളിക്കുകയുണ്ടായി. ഒരു പടിഞ്ഞാറൻ പ്രദേശത്താണോ, അവർ വളരെയധികം ആഗ്രഹത്തോടെ എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ ഈ വർഷം വിതയ്ക്കാൻ പോവുകയാണ്. വേണ്ട ഈ മുറിയിലാണ് ഞങ്ങൾ നെൽവിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു കൂമ്പാരമായി അവർ കൂട്ടിയിരിക്കുക. പക്ഷെ അവർ പറഞ്ഞു, കാലാവസ്ഥയുടെ പ്രശ്നം കാണാം, ഒരുപാട് വിത്തുകൾ നീറിപ്പോയി, അത് നശിച്ചു പോയെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് വളരെ ടെൻഷനിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ബ്രദർ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ വിത്തിൻ്റെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങൾക്ക് ഒരു വലിയ വിളവ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നോക്കണേ, അവർക്ക് ഒരു സംശയമുണ്ടായിരിക്കുന്നു, ആ വിത്ത് നീറിപ്പോയോ എന്നുള്ളത്. എന്ന് മാത്രമല്ല, വിതച്ചു കഴിയുമ്പോൾ അവർ അത്രത്തോളം അധ്വാനം അവർ ചെലവാക്കി കഴിയുമ്പോൾ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് അവർക്ക് ഭയങ്കരമായിട്ടും ഒരു ഭയമുണ്ട്. കാരണം അവർ ഈ ഒരു കൃഷിയിൽ നിന്നാണ് അവരുടെ വരുമാന മാർഗം കണ്ടെത്തുകയും അവരുടെ മക്കളെ പഠിപ്പിക്കുകയും ഒക്കെ അവർ ചെയ്യുന്നത് അതിൽ കൂടിയാണ്. ഞാൻ അവരുടെ പ്രകാരം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ആ വർഷം അവർക്ക് നല്ലൊരു ഫലം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ വിത്ത് കേടുള്ളതാണെങ്കിൽ നമുക്ക് അവിശ്വാസം കടന്നു വരും. പക്ഷേ ഈ വ്യക്തി എന്താണ് ചെയ്തത്? താൻ വിതച്ചതായ വിത്തിനെ കുറിച്ചുള്ള വലിയൊരു വിശ്വാസം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവവചനമാകുന്ന വിത്തിന്റെ പ്രത്യേകത, അത് ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ അത് യേശു തന്നെയാണ്, അത് പെർഫെക്റ്റ് ആണ്, അത് പൂർണ്ണമാണ്, വിത്തിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ
എവിടെയാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വിതച്ചതായ വിത്തിനെ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ കേട്ടതായ വചനത്തെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കേൾക്കാം. പക്ഷെ ദൈവവചനത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വചനം മൂലമുള്ള അനുഗ്രഹം നമുക്കുണ്ടാവുകയില്ല. അല്ലെങ്കിൽ വചനം വെറുതെ ഇരിക്കും. മറ്റൊരു ഭാഗത്ത് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീഴുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, വീഴുന്നുവെങ്കിലോ അത് അഴിഞ്ഞ് അത് നല്ല ഫലം പുറപ്പെടുവിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു. എന്ന് പറയുന്ന പോലെ ഈ കൃഷിക്കാരൻ അവൻ വിത്ത് വിതറിയ ശേഷം അവൻ വിശ്വസിക്കുന്നു ഈ വിത്തിൽ അതിന്റെ പ്രോസസ്സ് ആരംഭിച്ചു എന്നുള്ളത്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, വചനം പ്രസംഗിക്കുന്നവരുടെ കഴിവാണ് വചനത്തിന് ജീവൻ വ്യാപരിക്കുന്നത്. നമ്മൾ അല്പ ശക്തിയോടെ പറഞ്ഞാൽ നമ്മൾ പറയും, ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു, ശക്തിയോടാണ് ആ ദൈവദാസൻ പ്രസംഗിച്ചത് എന്നുള്ളത്. പക്ഷേ നമുക്ക് തെറ്റിപ്പോയി. ഒരു പ്രസംഗകന് ഒരിക്കലും ദൈവവചനത്തിന് ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല. അവന് ദൈവവചനത്തിന് ശബ്ദം കൊടുക്കുവാൻ സാധിക്കും, പക്ഷെ അവന് അതിന് ജീവൻ കൊടുക്കുവാൻ കഴിയത്തില്ല. കാരണം ഈ വചനത്തിൽ തന്നെയാണ് ജീവനുള്ളത്. നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് കേൾക്കുന്നവർ അത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരിൽ വ്യാപിക്കുന്നതായ ശക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നോക്കുക, ഈ മനുഷ്യൻ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും, രാത്രി ഉറങ്ങിയും പകല് എഴുന്നേറ്റും അവൻ്റെ നോർമൽ ലൈഫ് അവൻ ചെയ്യുമ്പോൾ തന്നെ വിശ്വാസത്തിൽ യാതൊരു കുറവും ആ വ്യക്തിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുന്നില്ല എന്ന് നമ്മുടെ ഈ അക്ഷരിക കണ്ണുകൊണ്ട് നോക്കിയിട്ട് നമ്മൾ പറയുമെങ്കിലും അകത്തെ കണ്ണിലൂടെ വിശ്വാസത്തോടുകൂടെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ധൈര്യത്തോടെ വിശ്വസിക്കുവാനും ഒട്ടും പതറാതെ ഈ മനുഷ്യനെ പോലെ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റുമുള്ള ഒരു ജീവിതത്തിലൂടെ, ഒരു നോർമൽ ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഈ വിത്ത് മുളച്ചു വരുന്നു, ഇത് വളരുന്നു. നോക്കുക, 28-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ഇത് ഒരു ഓർഡറിനെയാണ് കാണിക്കുന്നത്, ഒരു ക്രമത്തെയാണ് കാണിക്കുന്നത്. ദൈവവചനം അത് ചന്തവും ഉചിതമായും പ്രവർത്തിക്കുന്ന വചനമാണ്. അതിനൊരു ക്രമമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കണം ദൈവവചനം അതിൽ തന്നെ ശക്തമാണെന്നും അത് അതിൻ്റെ ക്രമത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും. പക്ഷേ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ വിശ്വാസമാണ്. യേശുക്രിസ്തു എപ്പോഴും ആവശ്യപ്പെട്ടതും അതാണല്ലോ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനമായ യേശുക്രിസ്തു ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങളുടെ സഹോദരന്റെ ദേഹവിയോഗ നിമിത്തം 4 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് യേശുക്രിസ്തു കടന്നു വരുമ്പോൾ നാറ്റം വെച്ചിരിക്കുന്നെന്ന് ആ സഹോദരിമാർ പറയുമ്പോൾ യേശുക്രിസ്തുവിന് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വചനവും സത്യമായവൻ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വചനത്തെ അവർ വിശ്വസിച്ചാൽ ആ വചനം അവർ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാനിടയായി തീരും. അതെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വചനമായ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുന്നെങ്കിൽ ഒരു നോർമൽ ലൈഫ് നമ്മൾ ചെയ്തുകൊണ്ട് ഭയപ്പെടാതെ നമ്മൾ വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവമഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ദൈവരാജ്യം. ഇങ്ങനെയുള്ളതാണ് ദൈവരാജ്യം. വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായ ആളുകൾ ഇങ്ങനെ ആത്മീയമായ ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം കേൾക്കുന്നതിലൂടെ അതിന് സാധ്യമാണ്. അതിനായിട്ടുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കൂടുതൽ ആത്മീയ നിർദ്ദേശങ്ങളും അതേ വചനത്തിൻ്റെ പങ്കിടലും അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവരാജ്യം അത് എങ്ങനെയുള്ളതാണ്, ദൈവരാജ്യത്തിൻ്റെ ആത്മീക മർമ്മങ്ങൾ എന്താണ് എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഉപമകൾ ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്നല്ലോ. ഇന്ന് ഈ വചനത്തിന് മുമ്പാകെ ഒരു തീരുമാനമെടുക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ എല്ലാ നന്മകളാലും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.